അതുപോലെ ആ പരാതിപ്പെട്ട ഒരാളെ നമ്മളിങ്ങനെ എന്താ പറയുക കമൻറ്റ് കൊണ്ടോ അല്ലെ മറ്റൊരു തരത്തിലും ക്രൂശിക്കാതിരിക്കുക. ജെനുവിൻലി ആ കേസ് അത് അതിൻ്റെതായ രീതിയിൽ എന്താ പറയുക തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നോക്കി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരട്ടെ. നമുക്കും ന്യൂസിലൂടെ അത് പലതും അറിയാൻ പറ്റും, അപ്ഡേറ്റ് അറിയാൻ പറ്റും. ആ അപ്ഡേറ്റുകൾക്ക് ശേഷം നമുക്ക് വിധിക്കാം. കാരണം ഇതിപ്പോൾ ജെനുവിനാണ്, ഫേക്കായിട്ട് അത്രയും വലിയൊരു അലിഗേഷൻ വരുമെന്ന് എനിക്കറിയില്ല. കാരണം വളരെ ക്ലിയർ കട്ടായിട്ട് അതിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രൂഫാണല്ലോ. മീൻസ് അത് ഇല്ലാത്തൊരു കാര്യം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം അത് നാളെ ഈസി ആയിട്ട് തെളിവുകൾ അല്ലെങ്കിൽ സാക്ഷികൾ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ തന്നെയാണല്ലോ, അവർ ഉൾപ്പെടുന്നവരാണല്ലോ. അപ്പോൾ ജെനുവിൻലി എന്താണെന്ന് അറിയില്ല. ജെനുവിനായിട്ട് ആ കാര്യം കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ കംപ്ലൈൻറ്റ് കൊടുത്ത പെൺകുട്ടിയെ ക്രൂശിക്കാതിരിക്കുക. അതിൻ്റെ ഫാമിലി അല്ലെങ്കിൽ അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഇതിലൊരു മാറ്ററായിട്ട് എടുത്ത് വെക്കാതിരിക്കുക. നമുക്കൊരു മനുഷ്യനോട് വേടനോട് ഈ കഞ്ചാവിനെ കിട്ടിയുള്ളൂ അല്ലെ ഇവനെ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഒരു മനുഷ്യനെ എന്തിനാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? എന്താ വേടനെ ഒരു ഡോക്ടർക്ക് സ്നേഹിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. അയാൾ ഒരു മനുഷ്യനാണ്. ഈ പറഞ്ഞ പോലെ നല്ല ചിന്താഗതികളും ആശയങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇത് തോന്നാം, ചിലപ്പോൾ ആശയം കൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനും നിങ്ങൾ കമ്മിന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് കമൻറ്റ് കാണുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ ജെനുവിൻലി നമുക്ക് മനുഷ്യരായിട്ട് പരിഗണിച്ചുകൊണ്ട് നമുക്കൊരാളെ സ്നേഹിക്കുകയോ എടുക്കുകയോ എന്തൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ അതൊരു വിശ്വാസവഞ്ചനയായി മാറുമ്പോഴാണ് ഇതുപോലെ പരാതിപ്പെടേണ്ട അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര വേദനയുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ കമൻറ്റുകൾ കൊണ്ട് ക്രൂശിക്കാതിരിക്കുക, ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഈ കാര്യത്തിൻ്റെ എന്താ പറയുക നിജസ്ഥിതി അറിയുന്നത് വരെ ഊഹങ്ങളുടെ പുറത്ത് ബാഡ് കമൻസ് ഇട്ട് ഇപ്പം പറഞ്ഞ ആരോപണ വിധേയനായിട്ടുള്ള ആളെയും പരാതിക്കാരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക.